കലിപ്പൻ വെടലന്മാരുടെ കലിപ്പ് മാറ്റാനുള്ള PhD എടുക്കുന്ന ആളായിരുന്നു മുക്തി ചേച്ചി. അപ്പോഴാണ് കോളേജിലെ മൂത്ത കലിപ്പനേട്ടായ ശങ്കരൻ 4 കണ്ണാപ്പി വിടലകളെ അടിച്ച് സ്റ്റേജിലേക്ക് തൂറ്റിക്കുന്നത്. കലിപ്പനേട്ടായുടെ കലിപ്പ് കണ്ട കാന്താരി ശങ്കരനെ അടിക്കാൻ വന്നപ്പോ ഈ കൈ കൊണ്ട് അടിക്കേണ്ട, വലത് കൈ കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞ് ശങ്കരൻ മുഖം കാട്ടിക്കൊടുക്കുന്നു. ഇത് കണ്ട കോളേജിലെ മൂത്ത മാഷ് ചേച്ചിയോട് ശങ്കരന്റെ കലിപ്പ് കളി കൊടുക്കാതെ മാറ്റിയാൽ PhD സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് തരാമെന്ന് പറയുന്നു. ഇത് കേട്ടതും ചേച്ചി ചാർജായി. ജനിച്ച ശേഷം പെണ്ണ് കിട്ടാത്ത ശങ്കരന് ആരെങ്കിലും സൊള്ളുന്നത് കണ്ടാൽ അപ്പോ വാണം വിടണം. റോക്കറ്റ് പെണ്ണില്ലാത്ത ശങ്കരന്റെ കടിയുടെ കാരണം എന്നത് മനസ്സിലാക്കിയ കാന്താരി PhD എടുക്കാൻ വേണ്ടി ശങ്കരനെ മുന്നിൽ പോയി ഒലിപ്പിച്ചു. ഏട്ടായി ഉയർ, ബാക്കിയെല്ലാം തൈര് എന്നൊക്കെ പറയുന്നു. അവളുടെ ഒലിപ്പിക്കലിൽ ഒലിച്ച ആ താളി സീരിയസ് ആയി അവളെ നോക്കി. നാശത്തിലേക്കാമായി നീ പോകുന്നത് എന്നവന്റെ വെടല കൂട്ടുകാർ പറയുന്നു. ബട്ട് പ്രേമം തലക്കി പിടിച്ച് ഈ താളി കേൾക്കാതെ അവളുടെ പുറകെ മണപ്പിച്ചു പോകുന്നു. അങ്ങനെ ഒരു ദിവസം ശങ്കരൻ ഒരു ബസ്സുകാരനെ ബാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ അടിച്ചു തൂറ്റിക്കുന്നു. അപ്പോ അങ്ങോട്ട് വന്ന ചേച്ചി ഒരു കളി തരാം, ബട്ട് ശങ്കരൻ തിരിച്ചടിക്കരുത് എന്ന് പറയുന്നു. അത് കേട്ടതും ശങ്കരൻ ബസ്സുകാരോട് അടിയരന്ന് വാങ്ങുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന മാഷ് അപ്പോ തന്നെ പെണ്ണിനെ PhD കൊടുത്തു. എന്റെ ഈ ഒടുക്കത്തെ കളി കൂടെ എന്ന് കാണുകയെന്ന് പറഞ്ഞ് അവൾ ശങ്കരൻ 1 2 3 എന്ന കോഡ് ഉപയോഗിച്ച് ഓയോയിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ച് അവൾ ഡ്രസ് ഊരിയപ്പോ എന്തോ കണ്ടു പേടിച്ച് ശങ്കരൻ മൂട് പോയി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതോടെ ഗൈസ് നമ്മുടെ ശങ്കരൻ നന്നായി. അപ്പോഴാണ് ചേച്ചിയെ കാണാൻ വേറൊരുത്തൻ വരുന്നത്. യഥാർത്ഥത്തിൽ അവൾ വേറൊരുത്തന്റെ ചിക്കായിരുന്നു. അത് കണ്ട ശങ്കരൻ മഴയത്ത് നിന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാന്താരിയുടെ ഡാഡിയെ ഒന്ന് സോപ്പിടാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവൾ. കാന്താരിയുടെ വീട്ടിലേക്ക് പോയതും അവളുടെ ഡാഡി ശങ്കരനെ വേലയും കൂലിയുമില്ല എന്ന് പറഞ്ഞ് നാറ്റിച്ചു വിട്ടു. നാറ്റിച്ച ദേഷ്യത്തിൽ തൂറ്റിക്കാൻ തോന്നിയെങ്കിലും കലിപ്പൻ കലിപ്പടക്കി നിന്നു. ചേച്ചി ഒരു സർക്കാർ ജോലിക്കാരനെ കൊണ്ട് കെട്ടിക്കണം എന്ന് അവളുടെ ഡാഡി പറഞ്ഞതും സർക്കാർ ജോലി എന്തിന്, IAS തന്നെ ആകാമെന്ന് പറഞ്ഞ് അണ്ണൻ പഠിക്കുന്നു. ഒന്നിൽ പിഴച്ചാൽ 30 ആയതുകൊണ്ട് 2 വട്ടം എഴുതി പരീക്ഷയിൽ തോറ്റുപോയ ശങ്കരൻ 3ാമത്തെ പ്രാവശ്യം പരീക്ഷയിൽ ജയിച്ചു. പരീക്ഷയിൽ ജയിച്ച കാര്യം പറയാനായി കാന്താരിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കാന്താരി തലയിൽ മുണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ചത്തതല്ല, വേറൊരു കലിപ്പില്ലാത്ത ഏട്ടായുമായുള്ള എൻഗേജ്മെന്റ് നടക്കുകയായിരുന്നു. ചേച്ചിയുടെ ഡാഡി നാറ്റിച്ചപ്പോൾ തൂറ്റിക്കാഞ്ഞത് തെറ്റായി എന്ന് തോന്നിയ ശങ്കരൻ ആരെയും തൂറ്റിക്കാത്ത കാന്താരിയുടെ വീട് മുഴുവൻ തീയിട്ടു. ഞാൻ മാസ് തന്നെ. അതിന്റെ ഇടയിൽ ശങ്കരൻ ഡാഡി മരിക്കുന്നു. ഇനി ഒരു പെണ്ണില്ല എന്ന് പറഞ്ഞ് ശങ്കരൻ ഒരു ഫൈറ്റർ പൈലറ്റായി മാറി. വീണ്ടും അവളെ പഴയ തലയിൽ മുണ്ട് കെട്ടിയ നേവിക്കാരൻ കാമുകനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്നു. ഒടുവിൽ പെണ്ണ് വയറ്റിലായതുകൊണ്ട് അവളുടെ കെട്ടിയോൻ നാട് വിട്ട് യുദ്ധത്തിന് എന്ന് പറഞ്ഞു പോയി. അങ്ങനെ അവൾക്ക് ഡിഫൻസിൽ സൈക്കോളജിസ്റ്റായി ജോലി കിട്ടി. പൈലറ്റായി ശങ്കരന് കലിപ്പ് തീർക്കാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് വിമാനം അവന്റെ ഇഷ്ടത്തിന് തൂറ്റിച്ച് പറന്ന് നടക്കുകയായിരുന്നു. ഇത് കണ്ട ഓഫീസർമാർ ഇവന് മാനസികമാണെന്ന് പറഞ്ഞ് കാന്താരിയുടെ അടുത്തേക്ക് ഇവനെ അയച്ചു. കള്ളുകുടി കാരണം കാന്താരി ചാവാനായിരിക്കുകയാണ്. വയറ്റിലൊരു കുട്ടിയുമുണ്ട്. ഗർഭിണിയായ അവളുടെ കുട്ടിയെ നോക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. ആടാ, ഇനി അതും കൂടി ഞാൻ ഏൽക്കാമെന്ന് ശങ്കരൻ ഇന്നർ വോയിസിൽ പറയുന്നു. ശങ്കരൻ അവളുടെ കയ്യിൽ നിന്നും അവന് ഭ്രാന്തില്ല എന്ന് ഒപ്പിട്ട് വാങ്ങി വിമാനം എടുത്ത് തൂറ്റിച്ചു പറന്നു. വിമാനം പോയി കാന്താരിയുടെ ഭർത്താവിനെ രക്ഷിച്ചു. അതേസമയം ശങ്കരനും ചേച്ചിയും കഥ